ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടൂത്ത് ബ്രഷ് കൊണ്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം നമ്മൾ സാധാരണ ഈ ഒരു ബ്രഷ് പല്ല് തേക്കാനാണ് ഉപയോഗിക്കുന്നത്. പല്ല് തേക്കാനല്ലാതെ ഇതിന് വേറെ കുറേ ഉപയോഗങ്ങളുണ്ട്. ഇത് സാധാരണ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പക്ഷേ നമ്മൾ കിച്ചണിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുമ്പം യൂസ് ചെയ്ത ബ്രഷ് ഉപയോഗിക്കാതെ ഒരു പുതിയ ബ്രഷ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. വില കുറഞ്ഞ ഏതെങ്കിലും ബ്രഷ് വാങ്ങിച്ച് വെച്ചാൽ മതിയാവും. അപ്പം ഈ ഒരു ബ്രഷ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു ബ്രഷിൻ്റെ പ്രധാന പ്രശ്നം ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ആ ഒരു ബ്രഷ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലൊരു കാര്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയത് ഒരു ലൈറ്ററാണ്. ഇപ്പം ലൈറ്റർ നമ്മളെല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവുന്ന ഒരു ലൈറ്ററാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റർ വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് ചൂടാക്കണം. ഇതിപ്പോൾ ലൈറ്റർ തന്നെ വേണം എന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉള്ള സ്റ്റൗ ഉണ്ടല്ലോ, ഗ്യാസ് സ്റ്റൗ, അതിൻ്റെ മുകളിൽ കാണിച്ചിട്ട് വേണമെങ്കിലും ഇതിങ്ങനെ ചൂടാക്കാം. അപ്പം നമ്മൾ ഓവറായിട്ട് ചൂടാക്കാൻ പാടില്ല. ഈ ഒരു തീ നമ്മുടെ ബ്രഷിൻ്റെ ആ മുകൾ ഭാഗത്തൊക്കെ തട്ടുകയോ അല്ലെങ്കിൽ സൈഡിൽ തട്ടുകയോ ചെയ്താൽ ബ്രഷ് അങ്ങ് ഉരുകിപ്പോവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് ഉപയോഗമില്ലാതാവും. അതുകൊണ്ട് അടിഭാഗത്ത് മാത്രം ചൂട് കൊടുക്കുക. അപ്പോൾ സ്റ്റൗവിൽ കാണിക്കുവാണെങ്കിൽ കുറച്ചൊന്ന് മുകളിലേക്ക് കാട്ടുക. ഇതിപ്പോൾ ഒന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, ചൂടായോ എന്നറിയില്ല. ഇതിപ്പം ചൂടായിട്ടില്ല. കുറച്ചും കൂടി ചൂടായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് വളഞ്ഞു വരുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തീ കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ അടിഭാഗത്തേക്ക് തീ കൊടുക്കുവാണ്. ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് വളച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതുപോലൊരു ടൂൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഒരു സിസർ വെച്ചിട്ടോ ബാക്കിലോട്ട് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കുക. നമ്മൾ എങ്ങോട്ട് വളയ്ക്കുന്നു അങ്ങോട്ട് വളഞ്ഞോളും, നന്നായിട്ട് ചൂടാവുകയാണെങ്കിൽ. ചൂടായിട്ടില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നന്നായിട്ട് വളച്ചെടുക്കുക നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്. അപ്പോൾ എനിക്കിപ്പം ഒരു ചെറിയ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇതുപോലെ വളച്ചെടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് ഇറക്കി കഴുകാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും അതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ കഴുകുന്നെങ്കിൽ ഇങ്ങനെ ആക്കിയെടുക്കണം. ഇപ്പോൾ ഈ ഒരു ബ്രഷ് കണ്ടോ, നമ്മുടെ നമ്മൾ സാധാരണ കഴുകാൻ വേണ്ടിയൊക്കെ വാങ്ങിക്കുന്ന വലിയ ബ്രഷില്ലേ, ആ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ വലുത് വാങ്ങിക്കാൻ കിട്ടും, ഇത്രയും ചെറുത് നമുക്ക് എവിടെയും വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പം ഈ ഒരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല യൂസാണ്. നമുക്ക് ചെറിയ സാധനങ്ങളുടെ അകത്തൊക്കെ ഇറക്കി കഴുകാനൊക്കെ പറ്റും. നന്നായിട്ട് ഇപ്പോൾ വളഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുകൊണ്ടുള്ള യൂസ് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ മിക്സിയുടെ ഈ ഒരു ഉൾഭാഗം കഴുകാൻ നമുക്ക് വേറെ പ്രത്യേകിച്ച് ബ്രഷൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്ത ബ്രഷ് ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇറക്കിയിട്ട് നന്നായിട്ട് കഴുകാം. ഇതിപ്പോൾ ഞാൻ കഴുകാൻ വേണ്ടി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതേ ഉള്ളൂ. ഡ്രൈ ആയിരിക്കുന്ന മിക്സിയിലാണ് കാണിക്കുന്നത്. അപ്പം ഉൾഭാഗത്തേക്ക് ഇങ്ങനെ ഇറക്കി കഴുകാവുന്നതാണ്. നന്നായിട്ട് വൃത്തിയായി കിട്ടും. അപ്പോൾ ഈ മിക്സി പോലുള്ള എല്ലാം കഴുകാൻ കേട്ടോ. പിന്നെ ഈ പൈപ്പിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇടയിലൊക്കെ ചിലപ്പം നമുക്ക് വേറെയുള്ള ബ്രഷ് വെച്ച് കഴുകാൻ പറ്റില്ല. അപ്പം ഈ ഒരു കുറച്ച് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം ഈ ഒരു ബ്രഷ് ആണെങ്കിൽ എവിടെ വേണമെങ്കിലും ഉള്ളിലേക്ക് കയറി പോവും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് കഴുകാൻ പറ്റും. പൈപ്പ് മാത്രമല്ല, ചെറുതായിട്ടുള്ള എന്തും നമ്മുടെ വിൻഡോയുടെ ഇടയിൽ കയറിയിരിക്കുന്ന അഴുക്കൊക്കെ കഴുകാൻ വേണ്ടിയിട്ടും ഇത് നല്ലതാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നോളും ഇതാവുമ്പോൾ. വിൻഡോ നീക്കുന്ന സ്ഥലത്തും അടയ്ക്കുന്ന ഭാഗത്തും അങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴുകിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടഭാഗങ്ങളൊക്കെ കഴുകാൻ വളരെ നല്ലതാണ്. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്